ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല അല്ലേ? ഇത് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരു സാധനം വെച്ചുണ്ടാക്കിയ ഹൽവയാണ്. വേറൊന്നുമല്ല, വത്തക്കയുടെ തൊണ്ട്. നമ്മളതുകൊണ്ട് വറുത്തരച്ച് കറി വെക്കും, മീൻ ചേർത്ത് ചാറ് വെക്കാം, അച്ചാറിടും. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ ഞാൻ പകുതി തൊണ്ടെടുത്താണ് ഉണ്ടാക്കിയേ, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പ്ലേറ്റിൽ നിരത്തി തണുപ്പിക്കാനൊന്നും സമയമില്ല. ഇത് ഇപ്പം തന്നെ തിന്ന് തീർക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. തണുക്കാൻ പോലും സമയമില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം, വായോ. ഇത് ജോൺസേട്ടൻ എവിടുന്നോ കണ്ടതോ കേട്ടതോ ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. രാവിലെ ഒരു വത്തക്കയൊക്കെ മേടിച്ച് തന്നേക്കുവാ പുള്ളി. നമ്മുടെ നാട്ടിൽ വത്തക്ക എന്ന് പറയും കേട്ടോ. നാട്ടിലോട്ടൊക്കെ തണ്ണിമത്തൻ, പിന്നെ വാട്ടർമെലൻ, പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ തൊണ്ട് മാത്രം മതി. ആദ്യമേ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം നമുക്കെടുത്ത് മാറ്റിയിട്ട് തൊണ്ട് മാത്രം മതി. ഇതാ നോക്കി, ഇത് വിളഞ്ഞതാണോ ഉള്ളിലത്തെ സാധനമൊക്കെ എടുത്തങ്ങ് മാറ്റാം. ഇതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് കളയണം കേട്ടോ. പീലർ വെച്ചിട്ട് പീൽ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ നോക്കിയിട്ടേ എനിക്കതൊരു ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ചെത്തണം. നമ്മുടെ തണ്ണിമത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അടുത്ത പണി എന്നാണെന്നറിയോ, നമ്മുടെ ഗ്രേറ്ററെ വെച്ചിട്ട് നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം, ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ തണ്ണിമത്തൻ നല്ല പോലെ ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കണേ. ഇതിന് ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവേ. വത്തക്കയുടെ തൊണ്ടൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഉരുളി അടുപ്പ് വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ ഇരട്ടി വെള്ളം വേണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മുടെ വാട്ടർമെലൻ്റെ സ്കിൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നമ്മുടെ വത്തക്കാത്തൊണ്ടിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യണം. നെയ്യൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഇതിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. ഇതിപ്പോൾ അങ്ങ് ചേർത്തിട്ട് നോക്കാം, മധുരം നോക്കാം. അലുവയാവുമ്പോൾ ഇച്ചിരി മധുരം വേണമല്ലോ. അപ്പം മധുരം മാത്രം നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അതിലൊന്ന് സെറ്റായിക്കോട്ടെ. ഈ സമയത്ത് നമുക്കില്ലേ, ഇതാ നമ്മുടെ കുങ്കുമപ്പൂ ഒരു പിഞ്ച്. ഇപ്പം നിങ്ങളുടെ ഈ കുങ്കുമപ്പൂ ഒന്നും ഇല്ല എങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്താൽ മതിയേ. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് ചേർക്കാവുള്ള മഞ്ഞപ്പൊടി. ഇത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്തോ, ഇല്ല എങ്കിൽ മഞ്ഞപ്പൊടി. ഇനി ഇതിനകത്ത് ഒരു പിഞ്ചുപ്പ് ചേർക്കണേ. പിഞ്ചുപ്പ് ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, അതും ഒരുപാട് ചേർക്കരുത്, കുറച്ചേ ആകാവുള്ളൂ കേട്ടോ. ഒരു അര സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/4 സ്പൂൺ ഉപ്പൊരു പിഞ്ച്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഏലക്കാപ്പൊടിയാണ്. ഇതാ ഏലക്കാപ്പൊടി, പാകത്തിന് ഏലക്കാപ്പൊടിയും ചേർത്തു. ഇതിനി ഒന്നും കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. നല്ലപോലെ ഒന്ന്
ഹലുവയാവുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണ്ടേ. ഹലുവ ആകുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ റോസ്റ്റ് ആയപ്പം ഇതാ നമ്മൾ ആ നെയ്യ് അടക്കം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണേ. ഇനിയും നമ്മൾ ഇതിനകത്ത് കിടന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. ചേട്ടൻ എന്തായാലും തണ്ണിമത്തൻ ഹൽവ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പം, തണ്ണിമത്തൻ തൊണ്ട് വെച്ച് ഹൽവ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പം ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് പൊളി സാധനം. ആരും ഇനിയും വത്തക്കയുടെ തൊണ്ട് കളയരുത്. നമ്മൾ അച്ചാറിടും, അതുപോലെ തന്നെ വറുത്തരച്ച് കറി വെക്കും, പിന്നെ വത്തക്കകത്തോണ്ട് മീനിട്ട് കറി വെക്കാം. അതൊക്കെ വേറെ വേറെ ടേസ്റ്റ്. പക്ഷെ വത്തക്ക അലുവ, തൊണ്ടുകൊണ്ടുള്ള അലുവ ലെവല് വേറെയാവും. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇത് എന്താ പറയാ, ഞാൻ ഒരു അരമുറി വത്തക്കയുടെ തൊണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേ. പക്ഷെ നിങ്ങൾ അത് ഞാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയതാ. വിജയിക്കുവാണെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഒന്നും പറയാനില്ല, സൂപ്പറാ. നോക്കിയേ അലുവയുടെ ആ ഒരു ടേസ്റ്റ്. ഞാനിതിങ്ങനെ പല സ്റ്റേജിലും ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും പറയാനില്ല, സൂപ്പറാട്ടോ. പിന്നെ കുങ്കുമപ്പൂ ഇല്ലാന്ന് ഓർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ട. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലില്ലാത്തതെന്ന് പറയാം. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തതാ. ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്താൽ മതി, സംഭവം സെറ്റാവും. ഇതാ ഇനി നമുക്ക് ഇത് പതിയെ അങ്ങ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമുക്കൊരു പ്ലേറ്റിലൊന്നും നിരത്തി വെക്കാനുള്ള സംഭവം ഇല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തേ. ഇതിപ്പോൾ തന്നെ തീരും. നല്ല ചൂടാണ് ഇത്. ഇത് പ്ലേറ്റിലൊന്നും നിരത്താനോ തണുക്കാനോ ഒന്നും ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ടേസ്റ്റ് നോക്കട്ടെ, അടിപൊളിയാണ്. ആരും വത്തക്കാത്തോണ്ട് ഇനി കളയരുത്. ഒന്ന് ശ്രമിച്ചാൽ അടിപൊളി ഹൽവ വീട്ടിലുണ്ടാക്കാം.